ഒന്നും. വൈകിട്ട് കടുത്തേറിയ കൈകൊട്ടി കളി മത്സരം ഉണ്ടായിട്ടും വരാന്ന് വെച്ചാൽ പറ്റി. നമ്മളിവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. CS third years റബീസിക്ക. വീട് എങ്ങനെയുണ്ട്? കൊള്ളാം. എത്ര റേറ്റ് ചെയ്യും വീടിന്? 4.99 ആരെന്ന് അറിയില്ല. കേറി വരുമ്പോൾ അടിയിലുള്ള മുറിയാണ്. നല്ല അടിയാണ് അല്ലേ? ബാത്റൂമിന്റെ ആരും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. സീ ബാത്റൂമാണ്, നല്ല ഹൈടെക് ഉണ്ട്. വേറെ സംഭവം കണ്ട് ഇത് കിച്ചനോട് ചേർന്നിട്ടുള്ള ഇതെന്താ വലിയ ലോക്കറാണ്. തുറന്നു നോക്കണ്ടോ? അതെ ഇതാണ് വിശാലമായ KPയുടെ പടികൾ. ആണ് KPയുടെ ഗെയിമിംഗ് ഏരിയ. ഇത് കുറച്ചുകൂടി സെറ്റപ്പ് ചെയ്യാണ്ട്. ഇതാണ് KPയുടെ ഗെയിമിംഗ്. വിശാല ആൾക്കാരുണ്ട്. KP ആണോ പോണത്? KPയും അപ്പുറത്ത് വിട്ടാല് ജനലാണ്. നമുക്ക് സംശയമുണ്ട്. ഗെയിമിംഗ് ഏരിയ ആണിത്. നമ്മളെ എവിടേക്കാ പോകുന്നത്? അതെ, ശരിയാ. വാട്ടർ ടാങ്ക് കണ്ടു. ഗ്രീൻ ഹൗസും പിള്ളേരും ഓടി എത്തുന്നതായിരിക്കും. കയറി അതാണ് ബാത്റൂം തൊട്ട് ധൈര്യമായിട്ട് തുറക്ക് കേറി. ഇതാണ് ടെറസ് KPയുടെ. കണ്ണുറക്കാൻ പറ്റുന്നില്ല. ആയിട്ടുള്ള ടെറസാണ്. കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷം തോന്നുന്നു. പിന്നെ മനും കുഞ്ചു പിള്ളേരൊക്കെ നല്ലൊരു നിലയിലെത്തിക്കഴിയുമ്പോൾ ഇതിനും വലിയ സന്തോഷമായിരിക്കും. പുതിയ വീട്ടിൽ കയറിയതിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവും. ഇഷ്ടപ്പെട്ട വീട് ഹോസ്പിറ്റാലിറ്റി ഇവിടുത്തെ എങ്ങനെയുണ്ട്? നീയല്ലേ അനുഭവിച്ചു. ശിവാനന്ദനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് KPയുടെ വീട്? പറയും. എന്റെ വീട് അത്ര എന്തായാലും വരില്ല അല്ലേ? നമ്മുടെ 3 അല്ല 10 ബെഡ്റൂം. നമ്മടൊപ്പം ഏഷ്യൻ പെയിന്റ്സിന്റെ പരസ്യത്തിലുള്ള പെയിന്റ് പണിക്കാരുണ്ട്. എന്ത് തോന്നുന്നു KPയുടെ വീടിനെ പറ്റിയും ഇവിടത്തെ പരിസരം? പേടി വെച്ചാ അപ്പുറത്ത് സെയിം ആയിട്ടുള്ള ഒരു വീടുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ വീട് മാറി കയറിയാലുള്ള ഭയം മാത്രം. KPയോടുള്ള സ്നേഹം കൊണ്ട് വന്നാണ്. അല്ലാണ്ട് തിന്നാൻ വേണ്ടി വന്നതല്ല അല്ലേ? ഞാൻ പിന്നെ നിർബന്ധിച്ചപ്പോ ഇത് ഒരു പൊതി ബീഫാണ് പൊതിഞ്ഞു കഴിഞ്ഞ രാത്രി ചേട്ടന്മാരൊപ്പം പുതിയൊരു വെഞ്ചറിന് എന്ത് പറയാണ്ട്? ഒരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ശരിക്കും വിളിച്ചിട്ടില്ല. ആദ്യം ശരിക്കും വിളിച്ചിട്ടില്ല. പക്ഷെ അവൻ ഞങ്ങൾ പറഞ്ഞു. അതെ, അതുകൊണ്ട് അത് കേട്ടപ്പോ അതിൽ എന്നാ ശരി. അതിന് ശരിക്കും വേറൊരു കല്യാണത്തിന് പോവാൻ നിൽക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണ്. ശരിക്കും വിളിച്ചിട്ടില്ല. വെറുതെ പറയും, വെറുതെ ഫുഡ് വളരെ നന്നായിരുന്നു. പിന്നെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവനിങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയും.
അതൊരു വലിയ ശല്യം. അത് വെച്ച് ബാക്കി നമുക്ക് പ്രശ്നമില്ല. വീട് വർക്കലായിട്ടും ഇത്ര സിമ്പിളായിട്ട് ഇവിടെ നിൽക്കുന്ന നമ്മുടെ KP-യുടെ വലിയ മനസ്സിനെ നമ്മൾ കാണാതെ ഇരിക്കരുത്. അപ്പൊ ഒരു കളിയില്ല, അതാണ് നിക്കറിട്ടത്. വന്നവർക്ക് പലർക്കും ഒരു സങ്കടം തോന്നി, പ്രശ്നമില്ല. എന്നാലും ഇതിപ്പം വീടിന് മൊത്തത്തിൽ എത്ര രൂപ ചെലവുണ്ടാവും ഇതാക്കി, പക്ഷെ നമുക്കൊരു വിഷയമല്ല. സിംപ്ലിസിറ്റി അതാണ് ഇത്. അതെ, ഇവരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ. എല്ലാരെയും കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേ? എല്ലാവർക്കും മതി ഇതെന്താണ്